നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിർണായക നീക്കവുമായി ഇറാൻ. അറസ്റ്റിലായ പ്രതിഷേധക്കാരൻ ഇർഫാൻ സോൾട്ടാനിയുടെ വധശിക്ഷ റദ്ദാക്കി. തീരുമാനം സൈനിക നടപടി ഉണ്ടാകുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇറാൻ വ്യോമപാത തുറന്നു. സർവീസുകൾ പുനഃക്രമീകരിച്ച് എയർ ഇന്ത്യയും ഇൻഡിഗോയും. കുവൈറ്റിലെ അമേരിക്കൻ പൗരന്മാർക്ക് US എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശം. പ്രവാസികൾക്ക് രാജ്യം വിടുന്നതിനുള്ള എക്സിറ്റ് പെർമിറ്റ് സേവനം വിപുലമാക്കി കുവൈറ്റ്. ഇനി മുതൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒന്നിലധികം യാത്രകൾക്ക് ഉപയോഗിക്കാൻ മൾട്ടിപ്പിൾ ട്രാവൽ സംവിധാനം. ഓരോ യാത്രയ്ക്കും വെവ്വേറെ അപേക്ഷ നൽകേണ്ട സാഹചര്യം ഒഴിവായി. SIR കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആശ്വാസം. രേഖകൾ സമർപ്പിക്കാൻ സമയം നീട്ടി നൽകാൻ ഇലക്ഷൻ കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം. പട്ടിക തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര് രാജീവൻ വീണ്ടും അറസ്റ്റിൽ. SIT അറസ്റ്റ് ചെയ്തത് ദ്വാരപാലക ശില്പക്കേസിൽ. KP ശങ്കരദാസ് ആശുപത്രിയിൽ റിമാൻഡിൽ. PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമലയിലെ ആടിയ നെയ്യ് ക്രമക്കേടിൽ കേസെടുത്ത് വിജിലൻസ്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. സന്തോഷ് ട്രോഫിക്കുള്ള 22-അംഗ കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രതിരോധ താരം G സഞ്ജു നായകൻ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ അമേരിക്കയെ 6 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. അമേരിക്കയുടെ ഇടപെടലിന് പിന്നാലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പേരിൽ അറസ്റ്റിലായ ഇർഫാൻ സോൾട്ടാനിയുടെ വധശിക്ഷ റദ്ദാക്കിയതായി ഇറാൻ അറിയിച്ചു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും ഭരണകൂടത്തിനുമെതിരായ പ്രചരണത്തിനും നീക്കം നടത്തുന്നതുമായിരുന്നു ഇർഫാനെതിരായ കുറ്റം. കോടതി ശിക്ഷിച്ചാൽ പോലും ഇത്തരം കുറ്റങ്ങൾക്ക് വധശിക്ഷ ഇല്ല എന്നാണ് വിശദീകരണം. അറസ്റ്റിലായ പ്രതിഷേധക്കാർക്ക് വധശിക്ഷ നൽകിയാൽ അമേരിക്ക ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനുവരി 10 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനാണ് ഇർഫാൻ സോൾട്ടാനിയെ ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തത്. പ്രക്ഷോഭം ശക്തമാകുന്ന ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ പരിഗണിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര സാഹചര്യം വന്നാൽ നേരിടാൻ സജ്ജമാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഫോണിൽ സംസാരിച്ചു. ഇറാനിലെ സാഹചര്യം ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തെന്നും ജയശങ്കർ അറിയിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി നടത്താനിരുന്ന ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഡെൻമാർക്ക്. അമേരിക്കയുടെ നിലപാട് അംഗീകരിക്കില്ലെന്ന് വൈറ്റ് ഹൗസിൽ 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാർസ് റാസ്മ്യൂസൻ അറിയിച്ചു. സമവായത്തിലെത്താൻ ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സ് പരിഗണിക്കാം. കൂടുതൽ ചർച്ചകൾക്കും തയ്യാറാണ്. അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡിൽ കൂടുതൽ സൈനിക കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിലും തുറന്ന സമീപനമെന്നും ഡെൻമാർക്ക് അറിയിച്ചു. ഗ്രീൻലാൻഡ് നിലവിൽ സുരക്ഷിതമല്ലെന്നും 2 നായ്വണ്ടികൾ മാത്രമല്ലേ ഉള്ളൂ എന്നും ചോദിച്ച് കഴിഞ്ഞ ദിവസം ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക്കിനെ പരിഹസിക്കുന്ന പ്രസ്താവനയുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. അമേരിക്കയ്ക്കും ഡെൻമാർക്കിനുമിടയിൽ ഒരു പക്ഷം പിടിക്കേണ്ടി വന്നാൽ ഡെൻമാർക്കിനൊപ്പം നിൽക്കുമെന്ന് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. കേരളത്തിലെ SIR കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാൻ 2 ആഴ്ച കൂടി സമയം അനുവദിച്ച് സുപ്രീം കോടതി. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി. കരട് പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ പേരുവിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. SIRലെ പേരുവിവരങ്ങളും രേഖകളും ചേർക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കേരളത്തിൽ SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 24 ലക്ഷം പേര് പട്ടികയിൽ നിന്നും പുറത്തായിരുന്നു. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്നത്. പുറത്തായവർക്ക് പട്ടികയിലേക്ക് കയറാനാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അർഹരായവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൗകര്യമൊരുക്കുന്നതിനായി ഈ പട്ടിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണം. നിലവിൽ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയം നീട്ടി നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള അവകാശം നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ നടപടികൾ അത്യാവശ്യമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ഇതോടെ കേരളത്തിലെ SIRന് ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വൈകിയേക്കാനാണ് സാധ്യത. SIR കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് പരാതി ഉന്നയിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 22 വരെയായിരുന്നു ഇതിനുള്ള സമയപരിധി. പട്ടികയിൽ നിന്നും ഒഴിവായവർക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉന്നയിച്ചതോടെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം.
1 2 ആഴ്ച കൂടി നീട്ടുന്നത് പരിഗണിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതി കേൾക്കാനുള്ള സമയം നീട്ടിയാൽ അന്തിമ പട്ടിക വരുന്നതും വൈകിയേക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ടിലിറങ്ങവേ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ ഗൃഹസന്ദർശനം ആരംഭിച്ച CPM. മുതിർന്ന നേതാക്കൾ വിവിധ ഇടങ്ങളിൽ വീടുകൾ കയറി ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയാണ്. CPM-ന് തിരുത്താൻ ചെറിയ തെറ്റുകൾ മാത്രമേ ഉള്ളൂവെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി അമൃത വാർത്തകളോട് പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിസ്മയം കാണുമെന്ന് പ്രതിപക്ഷ നേതാവ് മനപ്പായസം ഉണ്ണുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശൻ തുടരുമോ മറ്റൊരു കോൺഗ്രസ് നേതാവ് വരുമോ എന്നതാണ് കാണാനിരിക്കുന്ന വിസ്മയമെന്നും MA ബേബി പരിഹസിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ചേർത്ത് നിർത്താൻ ഭവന സന്ദർശനം നടത്തി പരാതികൾ കേൾക്കുകയാണ് CPM. വീട് വീടാന്തരം കയറി തങ്ങൾക്കുണ്ടായ വീഴ്ചകളും തെറ്റുകളും ജനങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ടറിയുകയാണ് മുതിർന്ന നേതാക്കൾ. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം തുടങ്ങിയവ ജനങ്ങളുമായി സംവദിക്കും. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണമാണ് നടക്കുന്നതെന്നും മറിച്ചുള്ളവ കള്ളപ്രചാരണമാണെന്നും പറയുകയാണ് CPM പ്രധാനമായും ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങളെ എല്ലാ കാലവും ചേർത്ത് നിർത്തിയിട്ടുള്ളത് ഇടതുപക്ഷമാണെന്ന ഓർമ്മപ്പെടുത്തലും നടത്തുന്നു CPM. ഞങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തിരുത്തേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ തിരുത്തലെന്ന് പറയുന്ന ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സമയം ഞങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതേസമയം വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ പരിഹസിച്ച് തള്ളുകയാണ് CPM നേതൃത്വം. പ്രതിപക്ഷ നേതാവ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയവും വെച്ച് മനപ്പായസം ഉണ്ണുകയാണ്. വിസ്മയം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശ്രീ VD സതീശന് തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് തുടരാൻ കഴിയുമോ, അതോ കോൺഗ്രസിൽ നിന്ന് മറ്റാരെങ്കിലും ആണോ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പോകുന്നത്? അതാണ് കേരളം കാത്തിരിക്കുന്ന വിസ്മയം. വാർഡ് തലത്തിൽ കുടുംബയോഗങ്ങളും ലോക്കൽ തലത്തിൽ പൊതുയോഗങ്ങളും CPM സംഘടിപ്പിക്കും. MLA-മാർ അതാത് മണ്ഡലങ്ങൾ മുഴുവൻ സന്ദർശിക്കും. ജനുവരി 22 വരെയുള്ള ഒരാഴ്ചക്കാലം ഇനി നേതാക്കൾക്ക് തിരുത്തലുകളുടെ കാലമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും റിമാൻഡിൽ. ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. അതേസമയം രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. കോടതി അവധിയായിരുന്നുവെങ്കിലും കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനാൽ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത്. കസ്റ്റഡി കാലാവധി നീട്ടി നൽകേണ്ട എന്നായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ അന്വേഷണ സംഘത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതിയുടെ പരാതിയിൽ ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പരാതിക്കാരിക്കൊപ്പം ഇവിടെ എത്തിയിരുന്നുവെന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിക്കുന്നില്ല. ഫോൺ പരിശോധിക്കുന്നതിന് പാസ്വേഡ് നൽകാനും രാഹുൽ തയ്യാറായില്ല. റിമാൻഡിലായ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിഭാഗം വാദിക്കുന്നത്. കോടതിയിൽ നിന്ന് പ്രതിയെ തിരികെ ഹാജരാക്കി, അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇന്ന് 2 ഫോൺ ഹാജരാക്കിയിട്ടുണ്ട്. അത് അവർ സീൽഡ് ഫോൺ കണ്ടെടുത്തു എന്ന് പറയുന്നത് 2ഉം ഹാജരാക്കി. കോടതി അത് അടുത്ത ദിവസം വർക്കിംഗ് ഡേ കോടതിയിൽ തിരുവല്ല JFMCയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. പ്രതിഷേധം കണക്കിലെടുത്ത് ആശുപത്രി പരിസരത്തും മജിസ്ട്രേറ്റിന്റെ വസതിയിലും വൻ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. തന്ത്രി കണ്ഠരര് രാജീവരെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്ത SIT. ദ്വാരപാലക ശില്പ കേസിൽ കൂടി അറസ്റ്റിലായതോടെ തന്ത്രിയെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ ആശുപത്രിയിലെത്തി വിജിലൻസ് ജഡ്ജി റിമാൻഡ് ചെയ്തു. അതിനിടെ ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT നോട്ടീസ് നൽകി. നിലവിൽ കട്ടിളപ്പാളി കേസിലാണ് തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നത്. തിരുവനന്തപുരം സബ് ജയിലിൽ കഴിയുന്ന തന്ത്രിയെ രണ്ടാമത്തെ കേസിലും SIT അറസ്റ്റ് ചെയ്തു. ദ്വാരപാലക ശില്പ കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾക്ക് തിളക്കം കുറഞ്ഞെന്നും അവ മാറ്റണമെന്നും നിർദ്ദേശിച്ചത് തന്ത്രിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം പൂശാനെന്ന വ്യാജേന 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകാൻ തന്ത്രി മൗനാനുവാദം നൽകിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ജനുവരി 19-ന് കോടതി പരിഗണിക്കും. ഇതിനിടെ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ കഴിയുന്ന ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ വിജിലൻസ് ജഡ്ജി റിമാൻഡ് ചെയ്തു. ആശുപത്രിയിലെത്തിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്.
അതേസമയം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2008 മുതൽ 2025 വരെയുള്ള കാലയളവിലെ മുഴുവൻ ഇടപാടുകളും SIT അന്വേഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് PS പ്രശാന്തിന്റെ ഇടപെടലുകളിൽ വ്യക്തത വരുത്താൻ SIT ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ 33 പേർ പ്രതിസ്ഥാനത്തുണ്ട്. നെയ് വിൽപ്പനയിലൂടെ ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപണം. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ശബരിമലയിൽ അഭിഷേക ശേഷമുള്ള നെയ്യ് വിൽപ്പന നടത്തിയപ്പോൾ വ്യാപക ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. നെയ്യ് വിൽപ്പനയിലൂടെ ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിന് നൽകിയിട്ടില്ല. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ 33 പേർ പ്രതിസ്ഥാനത്തുണ്ട്. വിജിലൻസിന്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തണം. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണമെന്ന് കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും വിജിലൻസ് അന്വേഷണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. നെയ് വിൽപ്പനയുടെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും രസീത് നൽകാതെയും കണക്ക് നൽകാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിജിലൻസ് SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. പ്രാഥമിക പരിശോധനയിൽ 3.5 കോടി രൂപയിലേറെ ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ IPC ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധന തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ പശ്ചിമബംഗാൾ സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജനുവരി 8 നടന്ന റെയ്ഡിനിടയിൽ മമതാ ബാനർജിയും സംസ്ഥാന പോലീസും ചേർന്ന് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെന്ന EDയുടെ ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. വിഷയം അങ്ങേറ്റം ഗൗരവതരമെന്ന് കോടതി പറഞ്ഞു. കൂടാതെ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ യാതൊരു മാറ്റവും വരുത്താതെ സംരക്ഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കർശനമായി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി തന്നെ റെയ്ഡ് തടസ്സപ്പെടുത്തിയതിൽ CBI അന്വേഷണം വേണമെന്ന് ED ആവശ്യപ്പെട്ടു. ED ഉദ്യോഗസ്ഥന്റെ മൊബൈൽ ഫോൺ വരെ മുഖ്യമന്ത്രി തട്ടിയെടുത്തതായി സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആരോപിച്ചു. ബീഹാറിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്ന 6 MLA-മാരും കോൺഗ്രസ് വിട്ട് JDUവിൻ്റെ ഭാഗമാകുമെന്നാണ് അഭ്യൂഹം. 6 പേരും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. വിജയചിത്രം ജനനായകന്റെ റിലീസ് വൈകും. ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ജനുവരി 20 മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കേസ് കേൾക്കാൻ തീരുമാനിച്ചതിനാലാണ് സുപ്രീം കോടതി ഇടപെടാതിരുന്നത്. കുവൈറ്റിൽ പ്രവാസികൾക്ക് രാജ്യം വിടുന്നതിനുള്ള എക്സിറ്റ് പെർമിറ്റ് സേവനം വിപുലമാക്കി. മൾട്ടിപ്പിൾ ട്രാവൽ എന്ന ഓപ്ഷനോട് കൂടിയതാണ് പുതിയ സംവിധാനം. ഇതുവരെ ഒറ്റ യാത്രയ്ക്ക് മാത്രം അനുവദിച്ചിരുന്ന എക്സിറ്റ് പെർമിറ്റ് സംവിധാനം ഇനി മുതൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒന്നിലധികം യാത്രകൾക്ക് ഉപയോഗിക്കാം. ഇതുവഴി തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും നടപടിയിൽ കൂടുതൽ ലളിതമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ഓരോ യാത്രയ്ക്കും വെവ്വേറെ അപേക്ഷ നൽകേണ്ട സാഹചര്യം ഒഴിവാകും. അതേസമയം തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും എപ്പോഴും വേണമെങ്കിലും എക്സിറ്റ് പെർമിറ്റ് പ്രിൻ്റ് എടുക്കാനാവുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും കരുത്തേറിയ പാസ്പോർട്ടുകളിൽ മുൻനിര സ്ഥാനം ഉറപ്പിച്ച് UAE. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം UAE പാസ്പോർട്ട് 5ാം സ്ഥാനത്താണ്. ബ്രിട്ടനെയും അമേരിക്കയും പിന്തള്ളിയാണ് UAEയുടെ നേട്ടം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കരുത്താർജിച്ച പാസ്പോർട്ടും UAEയുടേതാണ്. മധ്യപൂർവ്വ അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കരുത്തേറിയ പാസ്പോർട്ടും UAEയുടേതാണ്. 184 രാജ്യങ്ങളിലേക്ക് UAE പാസ്പോർട്ട് ഉള്ളവർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. 192 രാജ്യങ്ങളിലേക്ക് വിസ ഫ്രീ യാത്ര സാധ്യമാകുന്ന സിംഗപ്പൂർ പാസ്പോർട്ടാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് 2ാം സ്ഥാനത്ത്. സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ 3ാം സ്ഥാനം പങ്കിട്ടു. ഓസ്ട്രിയ, ബെൽജിയം രാജ്യങ്ങൾ 4ാം സ്ഥാനത്തുമാണ്. കുവൈറ്റിലെ അമേരിക്കൻ പൗരന്മാർക്ക് കുവൈറ്റിലെ US എംബസി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിലെ സങ്കീർണമായ സുരക്ഷാ അന്തരീക്ഷം കണക്കിലെടുത്ത് കുവൈറ്റിലെ അമേരിക്കൻ പൗരന്മാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും വ്യക്തിഗത സുരക്ഷയിൽ ശ്രദ്ധ ചെലുത്തണമെന്നും US എംബസി ആവശ്യപ്പെട്ടു. സ്ഥിതിഗതികൾ നിരന്തരമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇവ മാറുന്നതിനനുസരിച്ച് സമയബന്ധിതമായി എംബസി പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും എംബസി അമേരിക്കൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. തങ്ങളുടെ എംബസി ജീവനക്കാരുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ നിലവിൽ മാറ്റമില്ല എന്നും എംബസി സുരക്ഷാ മുന്നറിയിപ്പിൽ കൂട്ടിച്ചേർത്തു. ഫുജിയറ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഫുജിയറ ഇന്ത്യ ഫെസ്റ്റ് ജനുവരി 17 നടക്കും.
ഫുജിയറ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്ന മേളയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഗീത നൃത്തരൂപങ്ങൾ അരങ്ങേറും. പരിപാടിയുടെ ഭാഗമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിക്ക് ഫുജിയറ ജുവൽ അവാർഡ് നൽകി ആദരിക്കും. പ്രവാസികളടക്കം രാജ്യത്തിനും സംസ്ഥാനത്തിനും നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ആദരിച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. ഷെയ്ഖ് മക്തൂം ബിൻ ഹമദ് അൽ ഷർഖിയാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെ രുചി വൈവിധ്യം സമ്മാനിക്കുന്ന ഭക്ഷണ സ്റ്റാളുകളും ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പിന്നണി ഗായിക രഞ്ജിനി ജോസും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും അരങ്ങേറും. ഫുജിയറ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ, ജനറൽ സെക്രട്ടറി സഞ്ജീവ് മേനോൻ, അഡ്വക്കേറ്റ് നസറുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൗദിയിലെ ജിസാനിൽ മെയിൻ റോഡിലേക്ക് നിരന്നു നീങ്ങിയ കാർ ഓടിച്ചെന്ന് കാറിൽ കയറി കാർ നിർത്തി വലിയ ഒരു അപകടം ഒഴിവാക്കിയ സൗദി യുവതിക്ക് ഏറ്റവും പുതിയ മോഡൽ കാർ സമ്മാനം. പൊതുസ്ഥലത്ത് കാർ നിർത്തി ഡ്രൈവർ സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കയറിപ്പോയ സമയത്താണ് കാർ പിന്നിലേക്ക് നിരങ്ങി നീങ്ങിയത്. ഈ സമയത്ത് കാറിനകത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു. ഡ്രൈവർ ഇല്ലാത്ത കാർ റോഡിലേക്ക് നിരങ്ങി നീങ്ങുന്നത് സമീപത്തുകൂടി നടന്നു പോകുകയായിരുന്ന യുവതിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇത് കണ്ട ഇവർ ഓടിച്ചെന്ന് കാറിൽ കയറി വാഹനം നിർത്തുകയായിരുന്നു. നല്ല വേഗതയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് കാർ നിരങ്ങി നീങ്ങിയത്. യുവതിയുടെ സമയോചിതവും ധീരവുമായ ഇടപെടൽ വൻ അപകടമാണ് ഒഴിവാക്കിയത്. ഇസാനിലെ സ്വകാര്യ കമ്പനിയിൽ സൂപ്പർവൈസറാണ് യുവതി. സൗദിയിലെ ജിദ്ദയിൽ ദൈവനിന്ദ കേസിൽ 2 യുവാക്കളെ ജിദ്ദ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിലൊരാൾ ദൈവനിന്ദ നടത്തുകയും രണ്ടാമൻ ഇതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയുമായിരുന്നു. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് ഇരുവരെയും പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ജിദ്ദ പോലീസ് അറിയിച്ചു. സൗദിയിലെ സ്വകാര്യ കമ്പനിയായ യുണൈറ്റഡ് കാർട്ടൺ കമ്പനി മുൻ തൊഴിലാളികൾക്ക് കേരളത്തിൽ അപൂർവ വിരുന്നൊരുക്കി മാതൃകയായി. കമ്പനിയിൽ നിന്നും പലപ്പോഴായി പിരിഞ്ഞുപോയ നിരവധി ഇന്ത്യൻ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് കമ്പനി കോഴിക്കോട് റിസോർട്ടിൽ വിരുന്നൊരുക്കി സമ്മാനങ്ങൾ നൽകിയത്. പരിപാടി ഗ്രൂപ്പ് CEO മോൻഷ് റിക്കി, വൈസ് പ്രസിഡന്റ് സിയാദ് ഹോദേനി, IT അസോസിയേറ്റ് ഹെഡ് സഹദ് പാലോളി എന്നിവർ സംസാരിച്ചു. കമ്പനിയിൽ ജോലി ചെയ്തവരുടെ മക്കൾക്ക് ജോലിയിൽ പ്രയോറിറ്റി നൽകി സ്ഥാപനത്തിൽ ജോലി നൽകുന്ന സമാനതകളില്ലാത്ത സേവനമാണ് കമ്പനി ചെയ്യുന്നതെന്ന് മുൻ തൊഴിലാളി അബൂബക്കർ പറഞ്ഞു. Co-powered by Vismaya Amusement Park, Parashinikadavu, Kannur. in association with Swarnamukhi Gold and Diamonds, Suryaprabhayude Swarnamukham, Kairali Agriculture Multi-State Cooperative Society Limited, Frico Paint Spray, Herbal Pain Reliever, a product of Vaidyaratnam, Aushadhi, a Government of Kerala undertaking. Takita takita jum takita nam takita tum tarigirdigidim takita takadim takita tatum. ഇനി ചില കലോത്സവ വിശേഷങ്ങൾ നോക്കാം. ചെണ്ടമേളങ്ങളിലെ പതിവ് ശൈലികൾ ഉടച്ചു വാർക്കുകയാണ് വയനാട്ടിൽ നിന്നുള്ള വടുവൻചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇരട്ട സഹോദരിമാരുടെ ചുമലിൽ ഏറിയാണ് വടുവൻചാൽ സ്കൂൾ ഇക്കുറി ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേളത്തിന് എത്തിയത്. ഇതാണ് അഞ്ജനയും അഞ്ജിതയും, വയനാട് ജില്ലയിൽ നിന്നുള്ള ചെണ്ടമേളം ടീമിന്റെ നട്ടെല്ലുകൾ. ഈ ഇരട്ട സഹോദരിമാരുടെ ചുമലിലേറിയാണ് വയനാട് ജില്ലയിലെ വടുവൻചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദി 15 കുട്ടിക്കയറിയത്. പോയ വർഷം ഹൈസ്കൂൾ വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും അനുഭവ സമ്പത്തായിരുന്നു ഇക്കുറി ടീമിന്റെ മുതൽക്കൂട്ട്. അഞ്ജന വലന്തല കൈകാര്യം ചെയ്യുമ്പോൾ കുഴൽനാടത്തിന്റെ കടിഞ്ഞാൻ അഞ്ജനയ്ക്കാണ്. ഞങ്ങൾ എന്തിനു പോവാണെങ്കിലും ഒരുമിച്ച് പോകല്ലേ, അപ്പോൾ ഒരുമിച്ച് വന്ന് ചെണ്ടമേളം ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ പഠിക്കണമെന്ന് നല്ലതായിരുന്നു. അങ്ങനെ സ്കൂൾ കലോത്സവത്തിന് കൂടിയാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. ചെണ്ടമേളത്തിൽ ഇക്കുറി പങ്കെടുത്ത ടീമുകളിൽ പെൺകുട്ടികൾ നേതൃത്വം നൽകിയ ഒരേ ഒരു ടീമായിരുന്നു വയനാടിൻ്റെത്. എന്നാൽ അത് അവരുടെ പ്രകടനത്തിൽ പ്രകടമായില്ല. ആൺകുട്ടികൾക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്നു ഈ ഇരട്ട സഹോദരിമാർ. ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചായിരുന്ന സഹോദരിമാർ കലയുടെ കാര്യത്തിലും ഒരുമിച്ചു. അങ്ങനെ പ്രധാനമായും ആൺകുട്ടികൾ കൈവശപ്പെടുത്തിയിരുന്ന ഒരു മത്സര ഇനത്തിൽ അവർ തങ്ങളുടേതായ ഇടം കണ്ടെത്തുകയാണ്. കലോത്സവവേദിയിൽ നിന്നും അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanam.
മകരവിളക്ക് തിരക്കൊഴിഞ്ഞ് ശബരിമല പമ്പയിലെത്തി ഭക്തർ നാട്ടിലേക്ക് എത്തിത്തുടങ്ങി. അതേസമയം സന്നിധാനത്ത് മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച പൂജകൾ തുടരുകയാണ്. 1.5 ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് കഴിഞ്ഞ ദിവസം മകരവിളക്ക് ദർശിക്കാനെത്തിയത്. രാത്രിയോടെ സന്നിധാനത്ത് നിന്നും ഭക്തർ ഒഴുകിയതോടെ പമ്പയിൽ അനുഭവപ്പെട്ട തിരക്ക് ഉച്ചയോടെ സാധാരണ നിലയിലേക്കെത്തി. സന്നിധാനത്തേക്ക് ദർശനത്തിനായുള്ള ഭക്തരുടെ വരവ് തുടരുകയാണ്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച പൂജകളും സന്നിധാനത്ത് തുടരുന്നു. മണിമണ്ഡപത്തിൽ കളമെഴുത്തും പൂജകളും നടയടയ്ക്കുന്നതുവരെ തുടരും. ഇന്നലെ അയ്യപ്പന്റെ ബാലഭാവത്തിലും 2ാം ദിനം വില്ലാളി വീരന്റെ ഭാവത്തിലുമുള്ള കളങ്ങളാണ് വരയ്ക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി പടിപൂജയും വിളക്കിനെഴുന്നള്ളത്തും ശീവേലിയും നടക്കും. അടുത്ത 4 ദിവസമായി തുടരുന്ന പൂജയ്ക്ക് ശേഷം നടക്കുന്ന ഗുരുതിയോടെ മകരവിളക്ക് പൂജകൾക്ക് സമാപനമാകും. തുടർന്ന് അടുത്ത ദിവസം പന്തള രാജപ്രതിനിധി അയ്യപ്പ സന്നിധിയിൽ ദർശനം നടത്തി പടിയിറങ്ങുന്നതോടെ ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനമാകും. അമൃത ന്യൂസ്, സന്നിധാനം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അപൂർവ ദൗത്യം. രോഗം ബാധിച്ച നാസയുടെ സഞ്ചാരിയുമായി സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. ക്രൂ 11 4-അംഗ സംഘമാണ് തിരിച്ചെത്തിയത്. ബഹിരാകാശ യാത്രികന്റെ ആരോഗ്യനില ഗുരുതരമായതോടെയാണ് ദൗത്യം വെട്ടിച്ചുരുക്കിയത്. രോഗത്തെക്കുറിച്ചോ രോഗബാധിതനെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ഒന്നും തന്നെ നാസ പുറത്തുവിട്ടിട്ടില്ല. പേടകം കാലിഫോർണിയയുടെ തീരത്തേക്ക് ചേർന്ന കടലിലാണ് ഇറങ്ങിയത്. പ്രത്യേക ബോട്ട് ഉപയോഗിച്ച് പേടകത്തെ വീണ്ടെടുത്ത് യാത്രികരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഫെബ്രുവരിയിൽ മടങ്ങേണ്ടിയിരുന്ന 4-അംഗ സംഘം കൂട്ടത്തിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം നേരിട്ടതോടെയാണ് ദൗത്യം വെട്ടിച്ചുരുക്കി മടങ്ങുന്നത്. അമൃത ഓൺലൈൻ ഫ്യൂച്ചർ സ്കിൽസ് കോൺക്ലേവ് കൊച്ചിയിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളായി കൊച്ചി അമൃത ആശുപത്രി ക്യാമ്പസിൽ നടക്കുന്ന പരിപാടി അന്താരാഷ്ട്ര വികസന കൺസൾട്ടന്റും സീനിയർ മാനേജ്മെന്റ് കോച്ചുമായ സമിത് പ്രഭാത് എച്ച് ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ സാഹചര്യങ്ങളിൽ പ്രൊഫഷണലുകളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠം ഓൺലൈൻ വിഭാഗം സംഘടിപ്പിക്കുന്നതാണ് ഫ്യൂച്ചർ സ്കിൽസ് കോൺക്ലേവ്. 2 ദിവസങ്ങളിലായി കൊച്ചി അമൃത ആശുപത്രി ക്യാമ്പസിലാണ് പരിപാടി നടക്കുന്നത്. അമൃത സർവകലാശാല ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. To become successful in your life, no matter whether in the spiritual field or material field, professional field, everywhere you need this intuitive knowledge. That is so important. That's why here in Amrita, you can get most modern technology in a spiritual atmosphere. That's very different. So to get that kind of innocence, Amma says, you need surrender. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ വികാസങ്ങളെയും ഭാവി വിദ്യാഭ്യാസ ഗവേഷണങ്ങളെയും കുറിച്ചുള്ള ധവളപത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ പി അജിത് കുമാർ, എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ശശങ്കൻ രാമനാഥൻ, അമൃത ഓൺലൈൻ പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ, IT, സൈബർ സുരക്ഷ, ഫിനാൻസ് എന്നീ മേഖലകളിലെ വിദഗ്ധരായ വിനോദ് നീലനാഥ്, രാകേഷ് രാജശേഖരൻ, പ്രകാശൻ AK, വിവേക് കൃഷ്ണ ഗോവിന്ദ്, വീഗാലാൻഡ് ഹോംസ് ഡയറക്ടർ കുര്യൻ തോമസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിനായിട്ടുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് 22-അംഗ ടീമിനെ പ്രഖ്യാപിച്ചത്. ഈ മാസം 22-ന് അസമിൽ ആരംഭിക്കുന്ന 79ാമത് സന്തോഷ് ട്രോഫിക്കായുള്ള കായിക താരങ്ങളുടെ പ്രഖ്യാപനമാണ് കൊച്ചിയിൽ നടന്നത്. കഴിഞ്ഞ വർഷം 1 ഗോളിന് നഷ്ടപ്പെട്ട കിരീടം ഇക്കുറി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ടീം മത്സരത്തിന് സജ്ജമായത്. യുവതാരങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് ടീം. സർവീസസ്, പഞ്ചാബ്, ഒഡീഷ, റെയിൽവേസ്, മേഘാലയ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് കേരളം. ജനുവരി 22-ന് പഞ്ചാബുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. 24-ന് നടക്കുന്ന 2ാം മത്സരത്തിൽ റെയിൽവേസ് ആണ് കേരളത്തിന്റെ എതിരാളികൾ. അസമിലെ തണുത്ത കാലാവസ്ഥയെ നേരിടാൻ വയനാട്ടിലായിരുന്നു കേരള ടീമിന്റെ പരിശീലനം. കിരീടം ചൂടാൻ ടീം സജ്ജമാണെന്ന് മുഖ്യ പരിശീലകൻ ഷഫീഖ് ഹസൻ പറഞ്ഞു. 22-ന് പഞ്ചാബുമായിട്ടുള്ള ആദ്യ മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നിലുള്ള ലോങ് ടേം ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫൈനൽ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ ചാമ്പ്യൻഷിപ്പ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ക്യൂട്ടി ദി ബ്യൂട്ടി സോപ്പാണ് കേരള ടീമിന്റെ മുഖ്യ സ്പോൺസർ. കേരളത്തിൻ്റെ തനതായ ഒരു ഉൽപ്പന്നം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക മേഖലയിലുള്ള ഒരു
കേരളത്തിൻ്റെ സ്വപ്നമായിട്ടുള്ള ഫുട്ബോൾ ട്രോഫിയിലെ ഒരു ടീമിനെ സ്പോൺസർ ചെയ്യുക എന്നുള്ളത് ഒരു അഭിമാനമുള്ള കാര്യമാണ്. സന്തോഷ് ട്രോഫിയിൽ മത്സരിക്കുന്ന കേരള ടീമിനായുള്ള തീം സോങ്ങും ഇത്തവണ പുറത്തിറക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ക്യൂട്ടി ദി ബ്യൂട്ടി സോപ്പിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KP ഖാലിദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഇസ്മായിൽ ഖാലിദ്, ഇബ്രാഹിം ഖാലിദ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ, ഹോണററി പ്രസിഡന്റ് ടോം ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.